തിരുവല്ല മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കനായ KB മുരുകേഷ്, സ്വാഗതം ആശംസിച്ച മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്കനായ വിനോദ് KR, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു മാത്യു, ഏറെ ബഹുമാനായ BJP ദേശീയ സമിതി അംഗം KR പ്രതാപചന്ദ്ര വർമ്മ ചേട്ടൻ, ശ്രീ അഭികുമാർ വെൺപാല, ശ്രീ രഞ്ജിത്ത് എബ്രാഹിം, ശ്രീ രാജു തിരുവല്ല, ശ്രീ പ്രസന്നകുമാർ കുറ്റൂർ, ഡോക്ടർ AJ ജോൺ, ശ്രീ മണി S തിരുവല്ല, ശ്രീ സുരേഷ് ഓടിക്കൽ, ശ്രീ വിനോദ്, ശ്രീ ജയൻ, ശ്രീ പ്രകാശ് വടക്കേമുറി, ശ്രീ രാജ് പ്രകാശ്, ശ്രീ പ്രവീൺ R, ശ്രീമതി രാജലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, ശ്രീമതി സതീദേവി, പാർട്ടിയുടെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, കൗൺസിലർമാർ, പാർട്ടിയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ തലങ്ങളിൽ പാർട്ടിയെ നയിക്കുന്ന നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ അല്പം വൈകി, ആദ്യം തന്നെ ക്ഷമാപണം. ഞാൻ റാന്നി നിയോജകമണ്ഡലം കൺവെൻഷനായിരുന്നു. അവിടെ സുല്ലേട്ടനോട് എന്നോട് പറഞ്ഞു, സുല്ലേട്ടന് പത്തനാപുരത്തിൽ പോകണമായിരുന്നു, അതുകൊണ്ട് സുല്ലേട്ടന് 5 മിനിറ്റ് പ്രസംഗിച്ചിട്ട് പറഞ്ഞു ബാക്കി ഷോൺ പ്രസംഗിച്ചോളും എന്ന് പറഞ്ഞു. ഇവിടുത്തെ ഈ മീറ്റിങ്ങിൻ്റെ വേദിയിൽ വന്ന് ഇതിൻ്റെ ഫോട്ടോ എനിക്ക് അവിടെ കിട്ടിയപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം നീണ്ട നേരം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അധികം നേരം വലിച്ചീകരേണ്ട വരികയില്ല എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്ന് സ്വാഗത പ്രാസംഗികനും ആമുഖ പ്രഭാഷകനും എന്നെ വലിയൊരു കുടുക്കിലാണ് കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. എനിക്ക് രാവിലെ 6:30 പാലായിലൊരു പരിപാടിയുണ്ട്. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിനെയും ഈ രാഷ്ട്രീയ പാർട്ടിയും ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. ജനുവരി 31 മുമ്പ് ഈ പാർട്ടിയെ ഏറെക്കുറെ 25 വർഷക്കാലം പുറത്തുനിന്നും നോക്കി നിരീക്ഷിച്ച വ്യക്തിയും കഴിഞ്ഞ 2 മാസക്കാലമായി ഈ പാർട്ടിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പാർട്ടിയെ നിരീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിയുടെ സംഘടനാ തലത്തിലുള്ള വിവിധ തലത്തിലുള്ള നേതാക്കളെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, നമ്മുടെ ഇലക്ഷൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞാൻ ഈ പാർട്ടിയെ പുറത്തുനിന്ന് നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഒരു മണ്ഡലം കമ്മിറ്റി മുതൽ ഈ ലോക്സഭാ മണ്ഡലം കമ്മിറ്റി വരെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ ഈ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിക്ക് ഈ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയിലല്ലാത്ത ഒരു പ്രഭാരിയുണ്ട്. അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുണ്ട്. അതുകൂടാതെ 14 മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. അതുകൂടാതെ ഈ 14 മണ്ഡലങ്ങളിലും നിരീക്ഷണത്തിനായി പ്രഭാരിമാരുണ്ട്. അതുകൂടാതെ ബൂത്ത് തലത്തിൽ ബൂത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് 2 സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഉണ്ട്. ഈ പഞ്ചായത്ത് കമ്മിറ്റിയെ നിയന്ത്രിക്കാനും ഇവരെ നിരീക്ഷിക്കാനും പുറത്തു നിന്നും ഒരു ഫുൾ ടൈമറുണ്ട്. ബൂത്ത് കമ്മിറ്റിക്ക് പ്രസിഡന്റുണ്ട്, സെക്രട്ടറിക്കുണ്ട്, ഒരു പുറത്തു നിന്നും നിരീക്ഷിക്കാൻ മറ്റൊരു പ്രഭാരിയുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ, ഇത്രയും സംഘടനാ ചട്ടക്കൂടിൽ ഇത്രയും സംഘടനാപരമായ കരുത്തുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയും? പുറത്തുനിന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയെ നോക്കിക്കണ്ട കഴിഞ്ഞ 25 വർഷക്കാലം ഞാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി തന്നെയാണ്. ഞാൻ ഇതിനെ നോക്കിക്കണ്ട വ്യക്തിയാണ്. ഞാൻ ജനിച്ചത് രാഷ്ട്രീയക്കാരനായിട്ടാണ്. ഒരുപക്ഷെ എൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്, അപ്പൻ ജനിച്ചത് നല്ലൊരു കർഷകൻ്റെ മകനായിട്ടാണ്. പക്ഷെ ഞാൻ ജനിച്ചത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകനായിട്ടാണ്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കണ്ടതും കേട്ടതും വളർന്നതും പഠിച്ചതും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനവും ഇലക്ഷൻ രാഷ്ട്രീയവും ഒക്കെ തന്നെയാണ്. തോൽവികളുണ്ടായിട്ടുണ്ട്, ജയങ്ങളുണ്ടായിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് തോറ്റിട്ടുണ്ട്. ഈ യുദ്ധങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ്. എൻ്റെ ഈ ചെറിയ പ്രായത്തിനുള്ളിൽ ഒത്തിരി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നിന്നുകൊണ്ട് ഏറെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഇവിടെ നമ്മൾ CPM കണ്ടു, ഇവിടെ കോൺഗ്രസ് പാർട്ടി എടുത്ത് നോക്കൂ, മറ്റേ കേരള കോൺഗ്രസുകളെ എടുത്ത് നോക്കൂ, ജനതാദളിനെ എടുത്ത് നോക്കൂ. ഇതെല്ലാവരെയും എടുത്തുനിന്ന് പരിശോധിച്ചുകൊണ്ട് ഇവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, കേരള സംസ്ഥാനത്തെ ഏറ്റവും സംഘടിത സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്.
കൈയടിച്ചാൽ പോലെ ആ ബോധ്യം ഉൾക്കൊള്ളണം. ആ ബോധ്യം നമ്മൾക്കുണ്ടാകണം. ഇവിടെ നിന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകളും ഇനി സംസാരിക്കാൻ പോകുന്ന ആളുകളുമൊക്കെ അനിൽ ആന്റണിക്ക് വേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കണമെന്ന് പറഞ്ഞല്ലേ. ഒരു പരിധിവരെ നമുക്കത്. പക്ഷേ ഇവിടെ ഞാനത് പറയുമ്പോൾ ഈ പറയുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരുടെയും മുഖത്തേക്ക് ഞാൻ നോക്കി. ഈ പറയുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് ഞാൻ പലപ്പോഴും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ, നമ്മുടെ BJPയെയും നമ്മുടെ സംഘടനാ സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ടെന്ന് ചിന്തിക്കേ. ഇവിടുത്തെ ഒരു സാധാരണക്കാരനായി നിങ്ങൾ ചിന്തിച്ചേ, ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു പൗരനായി നിങ്ങൾ ചിന്തിച്ചേ. ആർക്ക് വോട്ട് ചെയ്യാൻ കഴിയും നമുക്ക് അനിൽ ആന്റണിക്കല്ലാതെ? ഈ നാട്ടിൽ രാഷ്ട്രീയം ചിന്തിക്കുന്ന, ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, നരേന്ദ്രമോദിയുടെ വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള, കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ വിലയിരുത്തുന്ന ഒരു സാധാരണ പൗരന് അനിൽ ആന്റണിക്കല്ലാതെ ആർക്ക് വോട്ട് ചെയ്യാൻ കഴിയും? അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സമ്പർക്കം ആരംഭിക്കേണ്ടത്. വരാൻ പോകുന്ന നമുക്കിന്ന് തീയതി എത്രയാണ്? ഇന്ന് നമുക്ക് 4-ാം തീയതി, കൃത്യം 22ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ സമ്പർക്കം പലപ്പോഴും ഞാൻ കാണുന്നത്, നമ്മുടെ സമ്പർക്കത്തിന് നമ്മുടെ ലഘുലേഖ കൃത്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നു, കൃത്യമായി ഫോട്ടോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, നമ്മൾ ഓടുകയാണ് അടുത്ത വീട് തപ്പി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഓരോ വീടുകളിലും ചെന്ന് കയറുമ്പോൾ നമുക്ക് പറയാൻ രാഷ്ട്രീയം ധാരാളമായുണ്ട്. അത് നമ്മുടെ സംഘടനാ രാഷ്ട്രീയമല്ല, അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വികസന രാഷ്ട്രീയം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി എന്ന ആ വലിയ മനുഷ്യൻ ഈ നാടിന് വേണ്ടി ഉറക്കെ വിളിച്ച് ചെയ്ത കാര്യങ്ങൾ, അത് ആ നാഷണൽ ഹൈവേ നിർമ്മിക്കുക മാത്രമല്ല നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത്. ഈ നാട്ടിൽ 10 സെന്റിൽ കൂടുതൽ വസ്തുമുള്ള ഓരോ കർഷകന്റെയും വീട്ടിൽ കയറി ചെന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 30,000 രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? ഈ നാട്ടിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ 3,14,000 പേർക്ക്, വീട്ടമ്മമാർക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദി. ഈ നാട്ടില് 250 രൂപ റബ്ബറിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നമ്മുടെ ഈ മേഖലയിൽ വലിയ രീതിയിൽ റബ്ബർ കർഷകരുള്ള മേഖലയാണ്. 250 രൂപ റബ്ബർ കർഷകർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തു ചെയ്തു? കഴിഞ്ഞ 15 വർഷക്കാലം ഈ നാടിനെ പ്രതികരിച്ച ഒരു MP എന്തു ചെയ്തു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും അതൊരു മുദ്രാവാക്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും അതൊരു ചർച്ച, വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും. ഇപ്പൊ വന്ന് എനിക്കൊന്ന് ഹൈമാസ് ലൈറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ എനിക്ക് ഈ വർഷം ഞാൻ 10 ലക്ഷം രൂപ ഹൈമാസ് ലൈറ്റ് മാറ്റി വെച്ചായിരുന്നു. ഇപ്പൊ ഇത് കൊടുക്കത്തില്ല, കൊടുത്താൽ നമുക്ക് ആ ചിത്ര പേര് കിട്ടും. ഹൈമാസ് ലൈറ്റ് ഇപ്പൊ ഒരു നെഗറ്റീവ് സാധനമായി മാറി. സത്യം, നിങ്ങൾ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് റാന്നി വഴി ഈ തിരുവല്ലയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പുറത്ത് ജിനീഷ് കുമാർ, ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പുറത്ത് പ്രമോദ് നാരായണൻ, അപ്പുറത്തെ വെയിറ്റിംഗ് ഷെഡ് ഈ ആന്റോ ആന്റണി, ഇപ്പുറത്തെ വീണ ജോർജ്. വെയിറ്റിംഗ് ഷെഡുകൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സംഗതിയായിരുന്നു ഈ വെയിറ്റിംഗ് ഷെഡ് എന്ന് തിരിച്ചറിയണം ഈ റോഡെ വന്നതാണ്. എന്തുമാത്രം വെയിറ്റിംഗ് ഷെഡാണ്! ഇതിന് മാത്രം ആളുകൾ ബസ്സേ കയറാനുണ്ടോ ഈ നാട്ടിൽ എന്നുള്ളത് സംശയമാണ്. ബസ്സേ കയറുന്ന ആളുകളെക്കാൾ കൂടുതൽ വെയിറ്റിംഗ് ഷെഡുകൾ ഈ നാട്ടിലുണ്ട്. ഹൈമാസ് ലൈറ്റ് വലിയ ചെലവില്ല. ഇത് പോയി ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ആ നാട്ടിലെ ജംഗ്ഷനിലെ കുറേ ചേട്ടന്മാരും ഓട്ടോറിക്ഷക്കാരും കയറ്റും, ആ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്താൽ കൃത്യമായിട്ട് വരും. ഇതല്ലാതെ തിരുവല്ല നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമുണ്ട്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളിൽ ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഒരു 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരനെ കാണിച്ചു തന്നെ. അത് മണ്ഡലം പ്രസിഡന്റ് കുഴപ്പമല്ല, ഈ നാട്ടിലില്ല. ഈ നാട്ടിൽ 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരില്ല. എന്തുകൊണ്ടാണ്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഇവിടുന്ന്, ഈ നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുക നമ്മുടെ ചെറുപ്പക്കാർ. റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂളുകളും നിർമ്മിക്കുന്ന സർക്കാർ സമ്മതിച്ചു, ഒന്നും കുഴപ്പമൊന്നുമില്ല, വലിയ ആശുപത്രി പണിയുന്നുണ്ട്. പക്ഷെ വലിയ ആശുപത്രി പണിയുന്നതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ഐസക്കാണ് ഇപ്പോൾ നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാശ് കണ്ടെത്തിയ മനുഷ്യൻ. അതിനാണ് ഇപ്പോൾ അദ്ദേഹത്തെ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. 58,000 കോടി രൂപ വായ്പ എടുത്തു.
ഈ സ്റ്റേറ്റ് ബാങ്കിൽ പോയി ഞാനോ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്റ്റേറ്റ് ബാങ്കിൽ പോയി ചോദിച്ചാൽ 8% വായ്പ കൊടുക്കേണ്ടിടത്താണ് 9.4% വിദേശ രാജ്യത്ത് പോയി പണം കടമെടുത്തത്. ആ എടുത്ത പണം എന്തിനു വിനിയോഗിച്ചു? നമ്മുടെ സമീപ പ്രദേശങ്ങളായ സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ ഈ പണം, ഇത്തരത്തിൽ വായ്പയെടുത്ത പണം പ്രൊഡക്റ്റീവ് സെക്ടറിൽ, കാർഷിക മേഖലയിൽ, വ്യവസായിക മേഖലയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ നമ്മളിവിടെ സർക്കാർ ആശുപത്രിയും സർക്കാർ സ്കൂളും പണിതു. സർക്കാർ സ്കൂൾ പണിയണം, പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണം, ശരിയാണ്. പക്ഷേ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകൾ എത്ര കുട്ടികളുണ്ട്? ഇപ്പം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളിൽ എൻ്റെ കൊച്ചിനെ വിടണം. ഞാനൊന്ന് വീട്ടിൽ പറഞ്ഞു, 2-3 ദിവസത്തിൽ എനിക്ക് വീട്ടിൽ സമാധാനം കിട്ടിയില്ല. അമ്മയും എൻ്റെ ഭാര്യ എന്നെ കൊല്ലാൻ വന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ ഡിവിഷനിൽപ്പെടുന്ന ഒരു സ്കൂള് ഈയിടെ പൊളിച്ചുപെടുന്നു. 3.25 കോടി രൂപയാണ് അതിന് പണം മുടക്കിയത്. ആ സ്കൂളിൽ ആകെയുള്ള 52 കുട്ടികളാണ്. 52 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്, എൻ്റെ ജില്ലാപഞ്ചായത്ത് ഡിവിഷനിൽപ്പെടുന്ന സ്കൂളാണ്. ഇതുപോലെ ഇരിക്കും. അതിൻ്റെ ഹോളിൽ ഓട് ചിലപ്പൊളിഞ്ഞുണ്ടായിരുന്നു. ഞാൻ ആ ഓട് മാറ്റി അതിന് ഷീറ്റിട്ട് മറ്റേ സീലിങ്ങും ചെയ്ത് കൊടുത്ത് ഒന്നാമത്തെ വർഷമാണ് ആ ബിൽഡിംഗ് മൊത്തം പൊളിച്ചു കഴിഞ്ഞ് 3.5 കോടി രൂപ കെട്ടിടം പണിതു. അപ്പൊ അടിസ്ഥാനപരമായ ഉദ്ദേശം ഇതിലേക്ക് ഈ പണം എങ്ങനെയും ഇവിടെ എത്തിക്കുക, ആ പണത്തിന്റെ ഒരു ഒഴുക്ക് സംസ്ഥാനത്ത് കൊണ്ടുവരിക. 90% വർക്കുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, CPM-മായി ബന്ധപ്പെട്ട ഒരായിരം ലേബർ സൊസൈറ്റികളോ CPM-മായി ബന്ധപ്പെട്ട ഏതെങ്കിലും കരാറുകാരമാണ് സംസ്ഥാനത്തെ മുഴുവൻ വർക്കുകളും ചെയ്യുന്നത്. നല്ല കരാറുകാരല്ല. തിരുവല്ലയിലൊക്കെ ആ മാത്യു വെച്ചതിനൊക്കെ ഞാൻ ഓർക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്ന് വർക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു നല്ല നരച്ച മുടിയുള്ളത് അറിയാം, മാത്യു അറിയാം. അപ്പോഴേക്ക് പണി നിർത്തിപ്പോയി. ഞാൻ ഈയിടെ അദ്ദേഹത്തെ വിളിച്ചിരുന്നൊരു കാര്യത്തിൽ, നമ്മുടെ അവിടെ ഒരു വർക്ക് വന്നപ്പോൾ ഞാൻ വിളിച്ചു, എൻ്റെ പൊന്നു ചോടൻ നമുക്ക് പറ്റിയില്ല. കാരണം ഈ പരിപാടി ഇവിടെ പിന്നെ ഒരു പാലം മത്തായിയോ ഇവിടുത്തെ കാരണല്ലേ, തിരുവല്ലക്കാരല്ലേ, അതെ, അദ്ദേഹത്തെ പണി നിർത്തി. ഇവരൊക്കെ പണി നിർത്തിപ്പോയി. പഴയകാല കോൺട്രാക്ടർ വളരെ വൃത്തിയായിട്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അരുവിത്ര പാലം പണിതത് ഇദ്ദേഹമാണ്. ഇത്ര മനോഹരമായി ആ പാലം പണിതിട്ട് പോയെന്നറിയോ? ഊരാലിംഗം ലേബർ സൊസൈറ്റിയുടെ ഈടെ സുപ്രീം കോടതി കുറച്ച് അഫിഡവിറ്റിൽ സർക്കാർ ഏജൻസിയാണെന്ന് പറഞ്ഞ് അടുത്ത കേസ് അതിനുണ്ടാ വെച്ചിട്ടുണ്ട് ഞാൻ. അത് എല്ലാം കൂടെ പിടിച്ചാലുള്ള പ്രശ്നം. ഇവരെന്നെ തട്ടിക്കളയെന്നൊരു സംശയം, ഓരോന്നോരോന്ന് പിടിച്ചു പോകാമെന്ന്. ഞാൻ പറഞ്ഞത് ഇത് കൊള്ളയാണ്. സർക്കാർ ആശുപത്രികൾ പണി, നിങ്ങൾ ആ സർക്കാർ ആശുപത്രിയിൽ ഒന്ന് ചെന്ന് നോക്കണം. ബഹുനില കെട്ടിടങ്ങൾ പണിത് പൂർത്തീകരിച്ചു. എൻ്റെ അനുഭവം വെച്ച് പറയാം, മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രി 6.5 കോടി രൂപയുടെ കെട്ടിടം പണിതു. 16 വേക്കൻസിയാണ് അവിടെ ഉള്ളത് 3 ഡോക്ടർമാർ. 16 ഡോക്ടർമാർ വേണ്ടിടത്ത് 3 ഡോക്ടർമാർ. എന്തിനാണ് ഈ കെട്ടിടം പണിതിട്ടേക്കുന്നത്? കാഷ്വാലിറ്റിയെ പോലും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല. സർക്കാർ ആശുപത്രി കയറി ചെന്നാൽ മരുന്നില്ല. ആർദ്രം പദ്ധതി പ്രകാരം ഇപ്പോൾ നമ്മുടെ PHSകൾ മുഴുവൻ പണിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എടമറുക് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങളുടെ നാട്ടുകാരിയാണ്, MLA ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഷീറ്റിൽ ഇങ്ങനെ MLA, മന്ത്രി, മുഖ്യമന്ത്രിയുടെ പടം, മന്ത്രിയുടെ പടം, MLAയുടെ പടം, എല്ലാവരും എൻ്റെ പടമുണ്ട്, എല്ലാവരുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. സന്തോഷം. ഞാനിങ്ങനെ മറിച്ച് വന്നപ്പോൾ മൂലയിൽ ഇങ്ങനെ വട്ടത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് ഞാൻ ചെറുതായിട്ടൊരു വട്ടത്തിൽ കിടക്കുന്നു. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ജില്ലാ ഓഫീസർ അവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാൻ വിളിക്കരുത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഇത് നാഷണൽ ഹെൽത്ത് മിഷൻ ഇന്നത്തെ ഇടപാടുണ്ട്. പിന്നെ നമ്മുടെ ഫണ്ടല്ലേ? ഞാൻ എത്ര രൂപ ഫണ്ടുണ്ട്? 60% ആർദ്രം പദ്ധതിയിൽ ഇവർ സർക്കാർ ആശുപത്രി പണിയുന്നതിൽ 60% പണം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നരേന്ദ്രമോദിയെ വിളിക്കണ്ട, കേന്ദ്രമന്ത്രിയെ വിളിക്കണ്ട. ആ മൂലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെക്കാനുള്ള സാമാന്യ മര്യാദ. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേന്ദ്ര പദ്ധതികളെ പേരുമാറ്റി അവതരിപ്പിക്കുകയും കേന്ദ്ര സർക്കാർ വർഗീയ പ്രീണനം നടത്തുന്നത് സ്ഥാപിക്കുകയും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗോത്രലഹളകൾ നടക്കുമ്പോൾ അത് ക്രൈസ്തവ പീഡനമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഇവർ ഈ നാട്ടിൽ ജനങ്ങൾക്കായി നല്ല മെസ്സേജുകളൊന്നും കൊടുത്തിട്ടില്ല. നമുക്കറിയാം, ഇവിടെ മണിപ്പൂർ ഭയങ്കര വേദനയായിരുന്നു ഇവിടെ എല്ലാവർക്കും, അല്ലേ? പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര വേദനയാണ്. ശരിയാണ്, മണിപ്പൂരിൽ ലഹളയുണ്ടായി, പള്ളികൾ ആക്രമിക്കപ്പെട്ടു എന്ന് സംശയമില്ല. അവിടെ നിരവധി
കൊലപാതകങ്ങൾ, നരഹത്യകൾ നടന്നു. അതിനൊരു സംശയമില്ല. നമുക്കെല്ലാം പ്രതിഷേധമുണ്ട്. ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, അത് BJP ആണോ ചെയ്തത്? RSS ആണോ ചെയ്തേ? അവിടെ 98 വർഷമായി നിലനിൽക്കുന്ന ഗോത്രലഹള, നാഗകളുണ്ട്, കുക്കികളുണ്ട്. അവരിൽ ഇരുവിഭാഗത്തിലും ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അത് ഇവിടെ എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടെ? നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു സാധാരണക്കാരൻ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ പറയും, അവിടെ എന്തോ RSSകാർ കൊണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയത്തില്ല. 12 ദിവസമാണ് അവിടെ പോയി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ 12 ദിവസം അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഈ വിഷയം പരിഹരിച്ച് ഇപ്പം കാണുന്ന നിലയിലേക്ക് എത്തിയത്. എന്നോട് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞു, അദ്ദേഹം അവിടെ പ്രഭാരിയായിരുന്നു സ്റ്റേറ്റിൽ. അവിടെ ഒരു ഇലക്ഷൻ മത്സരത്തിലൊക്കെ എതിർ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്താൽ അവനെ വെട്ടും കുത്തുന്നൊന്നുമല്ല, കണ്ണൊക്കെ തുരുത്തി എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അതാണ് അവരുടെ രീതി. അതായത് എതിർ സ്ഥാനാർത്ഥിയുടെ കണ്ണ് തുറന്നിടുന്നത് തല വെട്ടി മതിലെ വെക്കും. അങ്ങനെ ലോകമാണ്. അങ്ങനെയുള്ള ഗോത്രങ്ങളാണ് അവിടെ. അവിടെ ജാതി, നമ്മുടെ ഇവിടുത്തെ പോലെ ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, അല്ലെങ്കിൽ SNDP, ഈഴവൻ, നായർ, ഇതൊന്നുമില്ല അവിടെ. അവിടെ ഗോത്രങ്ങൾ. നിങ്ങൾ ഏത് ഗോത്രമാണെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ വിശ്വാസങ്ങളല്ല അവർക്ക് പ്രശ്നം. ക്രിസ്ത്യൻ, ഹിന്ദു വിശ്വാസങ്ങൾ അവർക്കിടയിലെ ചർച്ചയല്ല. നീ ഏത് ഗോത്രമാണ്? നോർത്ത് ഈസ്റ്റോട്ട് നിന്ന് ആ ഒരു ചോദ്യമുള്ളൂ. അത് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്താണ്? ഞാനും ഒരു ഒന്നാം തരം ക്രിസ്ത്യാനിയല്ലേ? ഞാൻ ഈ കേരള സംസ്ഥാനത്ത് ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്നേ. ഇവിടെ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികൾ ഇരിപ്പുണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മളോട് ഞായറാഴ്ച പള്ളി പോയെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താണ് ഇവർ ഈ ഉദ്ദേശിക്കുന്നത്? ഒറ്റ ഉദാഹരണം പറയട്ടെ. പാലസ്തീൻ, ഗാസയിൽ നടന്ന യുദ്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹമാസ് എന്ന ഭീകര സംഘടന ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിൽ 1200 പേരെ കൂട്ടക്കൊല ചെയ്തു. ഗർഭിണികളെ ഉൾപ്പെടെ വയറ് പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തിട്ട് വെട്ടി ഞുറുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ചേച്ചി അത് കേട്ടപ്പോൾ ചെവി പറ്റി. അപ്പോൾ അത് കണ്ടു നിന്ന ഒരു ലോകം എന്തായിരിക്കും അതിൻ്റെ ഭീകരാവസ്ഥ? അതിനെതിരെ ഇസ്രായേൽ നടപടി സ്വീകരിച്ചു. ഇപ്പോഴും ഇസ്രായേൽ നടപടി സ്വീകരിച്ചുകൊണ്ട് പോവുക. എനിക്ക് അഭിപ്രായമില്ല ഇസ്രായേലിന്റെ നടപടിയോട്. പക്ഷേ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ഇസ്രായേലിനോടും അമേരിക്കയോടും ആവശ്യപ്പെട്ടതിൽ ഒന്നാമത്തെ രാജ്യം സൗദിയാണ്. കാരണം ഇത് ഇസ്ലാം സമൂഹത്തിന് ഏറ്റവും അപകടകരമായ ഒരു സാധനമാണ് ഇത് എന്ന് ആവശ്യപ്പെടുന്നത് അറബ് രാജ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നതല്ല. അവിടെ ഇസ്രായേൽ നടത്തുന്ന നരഹത്യ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിക്കുന്നുണ്ട്. ഇവിടെ ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ, ഫോട്ടോകളൊന്നും നമുക്കും കണ്ടാൽ സഹിക്കില്ല. നമുക്കും കുഞ്ഞുപിള്ളേരില്ലേ, അമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കില്ല. പക്ഷേ ഹമാസ് അങ്ങോട്ട് അടിച്ച 1200 വരെ കൊന്നപ്പോൾ ഇവിടുത്തെ സഖാക്കന്മാർക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. കോൺഗ്രസിന് വിഷമമില്ലായിരുന്നു. ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര വിഷമമാണ്. അതെനിക്ക് മനസ്സിലായി. അത് എവിടുത്തെ മതേതരത്വമാണ്. കോഴിക്കോട്ടും മലപ്പുറത്തും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം തിരുവല്ല നടത്തിയില്ല. കാരണം തിരുവല്ല ഇച്ചിരി 10 ക്രിസ്ത്യാനിയുണ്ടല്ലോ. ഓരോ സ്ഥലത്ത് ഓരോ രാഷ്ട്രീയമാണ്. ഏരിയ തിരിച്ചാണ് ഇവരുടെ സ്വഭാവം മാറുന്നത്. ഇപ്പൊ തോമസ് ഐസക്കിനെ നോക്കിയോ, നമ്മുടെ ഈ തിരുവല്ല ഭാഗത്തോട്ട് വരുമ്പോൾ വെള്ള ജൂബയാണ് ഇടുന്നത്. ഞങ്ങളുടെ ഈരാറ്റുപേട്ടയ്ക്ക് വരുമ്പോൾ അയാൾക്ക് പച്ച ജൂബയാണ്. സത്യം. പോസ്റ്റർ നിങ്ങൾ എടുത്ത് നോക്കിയോ? പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ? പച്ച പോസ്റ്റർ, കാവി പോസ്റ്റർ. ആ 12 ഭാഗത്തോട്ട് കാവി പോസ്റ്ററാണ്. തിരുവല്ല വരുമ്പോൾ വെള്ള പോസ്റ്ററാണ്. എങ്ങനെയെങ്കിലും 10 വോട്ട് പിടിക്കാൻ എന്ത് വൃത്തികേടും കാണിക്കുക. അതിനപ്പുറത്തേക്ക് ഇവർക്ക് യാതൊരു ഉദ്ദേശം. ഈ ഹമാസും അല്ലെങ്കിൽ ഈ മണിപ്പൂരിനുമൊക്കെ കാണിച്ച ആ പ്രതിഷേധം ഞങ്ങളുടെ നാട്ടിൽ ഒരു പാവം വൈദികനെ ഇവിടെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ? ഞങ്ങളുടെ നാട്ടിലൊരു പാവം വൈദികനെ വണ്ടിയിടിക്കാൻ കൊല്ലാൻ ശ്രമിച്ചു. അതൊരു സമുദായത്തിൽപ്പെട്ട ആളാണെന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം, ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇവരെ ആരും ഒരു പ്രതിഷേധിക്കാനും കണ്ടില്ല. ഇവർക്ക് ഈ ആമസോൺ വനാന്തരങ്ങളിലെ തീയും മണിപ്പൂരിലെ നരഹത്യയും ഇസ്രായേലിലെ കൂട്ടക്കൊലയും ഒക്കെ വർഷമുള്ളൂ. കേരള സംസ്ഥാനത്ത് ഇതൊന്നും നടന്നാൽ ഇവരെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല. അപ്പോ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സമ്പർക്കം കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല. നമുക്ക് വീടുകളിൽ ചെന്ന്
പ്രത്യേകിച്ചും ന്യൂനപക്ഷ മേഖലകളിൽ വീടുകളിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നത് ബൂത്തിൻ്റെ നേതാക്കന്മാരാണ്. നാളെ മുതൽ ഈ പാർട്ടിക്ക് വേണ്ടിയും അനിൽ ആന്റണിക്ക് വേണ്ടിയും നരേന്ദ്രമോദിക്ക് വേണ്ടിയും വീടുകളിൽ സമ്പർക്കം നടത്തേണ്ടവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് രാഷ്ട്രീയപരം മാത്രമല്ല, വികസനപരം മാത്രമല്ല, വർഗീയമല്ല, അതിനപ്പുറത്തേക്ക് ഇവിടെ ഇവിടെ ആരോട് ചോദിച്ചാലും മതി, ഏറ്റവും വലിയ വർഗീയ പാർട്ടി BJP ആണ്. എനിക്കിന്ന് വരെ മനസ്സിലാകാത്ത ഒരു കാര്യം, BJP എന്ത് വർഗീയതയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട് UP-യിലും ഗുജറാത്തിലും ചെന്ന് മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരോട് ചോദിക്കുക, നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അവരാണ്. കാരണം ഈ രാജ്യം ഓരോ പടി മുമ്പിലോട്ട് പോകും. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരു തികഞ്ഞ BJP ഈ പറയുന്ന പ്രചരണങ്ങളിലൊക്കെ പെട്ട് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. രാഷ്ട്രീയപരമായ ഒരു ചർച്ചയ്ക്ക് അപ്പുറത്ത് റബ്ബറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹിയിൽ ചെല്ലുന്നത്. ഞാൻ 4 പ്രാവശ്യം ഡൽഹിക്ക് പോയപ്പോഴാണ് ഞാൻ ഒരു BJP ഭക്തനായി മാറിയത്. സത്യം, 4 പ്രാവശ്യം ഡൽഹിക്ക് പോയപ്പോൾ ഈ രാജ്യം എങ്ങനെയാണ് ചലിക്കുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണചക്രം എങ്ങനെയാണ് ചലിപ്പിക്കുന്നത് BJP എന്ന് കണ്ടപ്പോൾ ഇനി ഇതിനപ്പുറത്തൊരു രാഷ്ട്രീയം എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ്.